ഹായ്, ഇന്ന് ഞാൻ അടിപൊളി പൈനാപ്പിൾ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 kg ഉള്ള ഒരു പൈനാപ്പിൾ ആണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളിതാ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൈനാപ്പിള് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ച് പീസാക്കി എടുക്കുക. അതിനുശേഷം നല്ല ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അത് മുറിച്ചെടുക്കുക കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞ് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ അച്ചാറിടുന്നത് വളരെ ചെറുതായിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ പീസ് മുറിച്ച് എടുക്കുന്നത് കേട്ടോ. അരിഞ്ഞിടുമ്പോൾ അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ വലുതായിട്ടൊക്കെ ആളുകൾ മുറിച്ച് അച്ചാറിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറുതായിട്ട് അരിഞ്ഞ പീസുകളാണ്. അപ്പൊ ഞാനിത് കുറച്ച് ചട്ടി അടുപ്പയിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വഴറ്റിയെടുക്കുമ്പോൾ നമുക്കതിനൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊന്ന് അതിൻ്റെ ഒരു വേകുന്ന അവസ്ഥയിൽ വേണമല്ലോ. അപ്പം കല്ല് പോലെ ഇരിക്കാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് എണ്ണ ഒഴിച്ച് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു. നമ്മുടെ അരിഞ്ഞു വെച്ച പൈനാപ്പിളൊക്കെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ടത് ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടുന്ന മസാലകൾ ഇതാ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. കറിവേപ്പില, നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും അല്ലാത്തതും മിക്സ് ചെയ്താണ് കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നമ്മുടെ കായം, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇതൊക്കെയാണ് ഇതിന് ചേർക്കുന്ന മസാലകളെല്ലാം ഞാനിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ചട്ടി ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിട്ട് നല്ലതായിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ അടുത്ത കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പില ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതുണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് നമ്മൾ വഴറ്റി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കൂടത്തിൽ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തു. നമ്മുടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടെ പൊടിച്ച് ചതച്ചതുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എക്സ്ട്രാ ഞാൻ വേണമെങ്കിലോ എന്നോർത്ത് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ ഒരു പീസ് കായം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കായം കൂടെ അതിലോട്ടിട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു ശകലം ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടി അതാ ഇട്ട് കൊടുക്കുന്നു. കയ്യിൽ എടുത്തിടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തവിയിൽ തന്നെ അങ്ങ് എടുത്ത് ഇടുകയാണ്. അപ്പം നമ്മുടെ ഉലുവാപ്പൊടി ഇതാ കുറച്ചേ ഉള്ളൂ. അപ്പം അതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉലുവാപ്പൊടിയാണ്. അത് ഞാൻ ഒരു നുള്ള കയ്യിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മസാല ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല റെഡി ആയി കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ വിനാഗിരി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വിനാഗിരി ഒത്തിരി ഒന്നുമില്ല, ഞാൻ ഒരു 50 മില്ലി വിനാഗിരി ഒഴിച്ചു കാണും. ഓൾറെഡി അതിന് കുറച്ച് പുളിയും കുറച്ച് മധുരവും ഒക്കെ ഉള്ള പൈനാപ്പിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആവശ്യത്തിന് മാത്രം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇതാ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നു. കൂട്ടത്തിൽ ഞാനിതാ പൈനാപ്പിളിൻ്റെ വഴറ്റി വെച്ചിരിക്കുന്ന പീസുകൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ പൈനാപ്പിൾ അച്ചാർ ഇടുന്നത് കേട്ടോ. ചിലരൊക്കെ ചോദിക്കും എന്താണ് മഞ്ഞ കളറിൽ അച്ചാർ ഇടാത്തത്. ഞാൻ എപ്പോഴും എനിക്ക് ചുമലയോടാണ് താല്പര്യം കേട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് ഉപ്പും കൂടി ആവശ്യമായി വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക.
അപ്പം ഉപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചു വരണ്ടേ. അപ്പൊ ഓൾറെഡി ഞാൻ വഴറ്റിയപ്പോൾ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബാക്കി നമ്മുടെ മസാലയൊക്കെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലെ നമ്മുടെ അച്ചാറിന്റെ പരുവം കേട്ടോ. അപ്പൊ ഞാനിത് അടുത്തൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ച് തണുക്കട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പം ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം.